തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട് AC കത്തിച്ചു എന്ന് പറയുന്നു. ഇന്ന് പുലർച്ചെ 5:30 മെഡിക്കൽ കോളേജിൽ അലൂമിനി ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ യുവാവ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇന്ന് സർജൻസ് കോൺഫറൻസ് നടക്കാനിരിക്കെയാണ് ഈ അലൂമിനി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. കയ്യിൽ ചുറ്റികയും ഗ്യാസ് സിലിണ്ടറുമായി എത്തിയ യുവാവാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് ഗ്ലാസ് അടിച്ച് തകർത്തത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചാമോളപ്പിൽ ഇപ്പോൾ സ്പോട്ടിൽ തന്നെയുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, വിചിത്രമായിരിക്കുന്നല്ലോ, എന്താ സംഭവം ജെയ്സൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഒരു വിചിത്രമായ സംഭവമാണ്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന AC-യുടെ ഔട്ടാണ് പൂർണ്ണമായും കത്തി നശിപ്പിക്കുന്ന സ്ഥിതി. അതുമാത്രമല്ല, ഒരു ചുറ്റികയും അതുപോലത്തെ താഴെ നമുക്ക് ആ ഗ്യാസ് സിലിണ്ടർ കാണാം. ഈ ഗ്യാസ് സിലിണ്ടറും ചുറ്റികയും ഒക്കെ ആയിട്ട് വന്നാണ് ഇവിടെ തീയിടുകയും പിന്നെ ഇവിടെ നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അതിപ്പം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഉണ്ടാകുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഇത് സംഭവം നടക്കുന്നത് സർജൻസിൻ്റെ അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ അവരുടെ കേരള ചാപ്റ്ററിൻ്റെ ഒരു സമ്മേളനം 3 ദിവസമായിട്ട് തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക്ഷോപ്പ് നടത്തുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അലൂമിനി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ മുഴുവനും അവർ നടത്തിയിരുന്നു. അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള AC ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന അത്രയും വിവരം വെച്ച് നോക്കുമ്പോൾ ഇന്ന് വെളുപ്പിന് 5:30 നമുക്കിതുവരെ അറിയാത്ത ഒരാൾ ഇവിടെ വന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. സെക്യൂരിറ്റിനെ പൂട്ടിയിടുകയുണ്ടായി. അദ്ദേഹം അത് തടുക്കാൻ നോക്കി, പറ്റിയില്ല. ഇവിടെ സ്വാഭാവികമായിട്ടുള്ള സെക്യൂരിറ്റിയാണ്, അലുമിനി ഹോളിലുള്ള സെക്യൂരിറ്റിയാണ്, അത് സാധാരണ സംവിധാനം ഉള്ളത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പം ആക്രമിക്കും ഇതിൽ മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നതുകൊണ്ട് വലിയൊരു അപകടം നമുക്ക് ഒഴിവായിട്ടുണ്ട്. പ്രോഗ്രാം ആക്ച്വലി ഇപ്പോൾ പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹോളിലെ ഗ്യാസൊക്കെ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ എങ്ങനെ ഇവിടെ കിട്ടിയെന്നുകൊണ്ട് പോലീസ് വല്ലതും പറയുന്നുണ്ട്. അത് വലിയൊരു അപകടകരമായ അവസ്ഥയല്ലേ? അതൊക്കെ അന്വേഷിച്ച് പറയേണ്ടതാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്കതിനെ പറ്റിയുള്ള വിവരം കിട്ടിയിട്ടില്ല. മാനസികാസ്വാസ്ഥയുണ്ടെന്നാണ് പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കണം. അതിനെപ്പറ്റിയുള്ള വിവരം പൂർണ്ണമായി കിട്ടിയതിന് ശേഷം പറയാം. ആ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇവർ പോലീസ് മൊഴിയെടുത്തിട്ട് ഇതിൻ്റെ ഈ സാഹചര്യം എന്താണെന്നുള്ളതിനെപ്പറ്റി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അരുൺകുമാർ, ഇത് വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. ഒരു ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വന്ന് ഒരു കോൺഫറൻസ് നടക്കുന്ന ഒരു ഹാളിൻ്റെ സമീപത്ത് കൊണ്ടുവരിക, ചുറ്റിയെ കൊണ്ടുവരിക, പിന്നീട് അതൊരു സ്ഫോടനം, അതായത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, സെക്യൂരിറ്റി ജീവനക്കാരനെ കെട്ടിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. മാനസികാസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു സ്ഥലത്ത്, ഒരു സ്പെസിഫിക്കായ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ചെയ്യുക എന്നത് അത്ര എളുപ്പത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാഭാവികമായ ഒരു സംഗതിയായിട്ട് പോലീസ് കാണുന്നില്ല. വളരെ സ്പെസിഫിക് ആയ ഒരു സ്ഥലമാണ്. അതാണ് ജെയ്സൺ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അയാൾ ആ AC-യുടെ താഴെ വന്ന് ആ ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ചെയ്ത് അത് കത്തിച്ച് ആ ഗ്യാസ് സിലിണ്ടർ തന്നെ കുറച്ച് കത്തിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? അപ്പം എന്നിട്ട് ആ AC കത്തിക്കുക. ഇയാൾക്ക് ഈ പരിപാടിയുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ? അതായത് കോൺട്രാക്ട് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ ഇയാൾ? അത്തരമൊരു സാധ്യത കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം വലിയൊരു ഇവൻ്റാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സർജന്മാരുടെ ഒരു വലിയൊരു യോഗം ചേരുകയാണ്. അപ്പോൾ അത്തരത്തിൽ വേറെ ആരെങ്കിലും കോൺട്രാക്ട് എടുത്തിട്ട് അതിൽ ദേഷ്യം കൊണ്ടുവന്നതാണോ? കാരണം ഇത് നാം ഇവിടെ കയറി വരുമ്പോൾ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഉള്ളിൽ സ്ഥലത്തിലാണ് സംഭവം സംഭവിക്കുന്നത്, ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വന്ന് സ്വാഭാവികമായി വന്ന് ചെയ്തു പോകുന്ന ഒരു കാര്യമല്ല എന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? ഈ സെക്യൂരിറ്റി ജീവനക്കാരനും പരിക്ക് പറ്റി, ഈ ആക്രമിച്ച ആൾക്കും പരിക്ക് പറ്റി അല്ലേ? അതെ. സെക്യൂരിറ്റി ജീവനക്കാരനെ പിന്നെ മർദ്ദിച്ച ശേഷം അയാൾ ഇവിടെ പൂട്ടിയിടുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ വളരെ ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുൻധാരണ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഓക്കെ, താങ്ക് യു ജെയ്സൺ. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കയ്യിൽ ചുറ്റികയും ഒക്കെ ആയിട്ടാണ് ഗ്യാസ് സിലിണ്ടറുമായിട്ട് എത്തുക. AC-യുടെ ചുവട്ടിൽ പോയിട്ട് തീ കൊളുത്തുക. AC-യുടെ മൂട്ടിപ്പോയി ഈ തീ കൊളുത്താൻ വേണ്ടി AC എന്താ ഇയാളെ പിടിച്ച് കടിച്ച എന്ന സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ ഈ അവിടെ സ്പെസിഫിക് ആയ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അത് കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടാവണമല്ലോ. ഇനി വല്ല മാനസികാസ്വാസ്ഥ്യമാണെങ്കിലും എങ്കിലും ഈ AC-യുടെ താഴെ കൊണ്ടുപോയി ഗ്യാസ് സിലിണ്ടർ തുറന്ന് കത്തിക്കുക, നോ ഐഡിയ. അപ്പോൾ എന്തായാലും ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.